അങ്കമാലി പെരുമ്പാവൂർ സീറ്റ് വെച്ചുമാറ്റത്തിന് വിസമ്മതിച്ചു കേരള കോൺഗ്രസ് എം. പെരുമ്പാവൂരിൽ കേരള കോൺഗ്രസ് എം സർപ്രൈസ് സ്ഥാനാർത്ഥി വന്നേക്കുമെന്ന സൂചന. അങ്കമാലിയിൽ സാജു പോളിന് സാധ്യതയുമുണ്ട്. ലേബി സേന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, എന്താണ് ഇപ്പോൾ അങ്കമാലി പെരുമ്പാവൂർ സീറ്റ് വെച്ചുമാറ്റത്തിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്? സ്മൃതി, അങ്കമാലി പെരുമ്പാവൂർ സീറ്റുകൾ വെച്ചു മാറണം എന്നുള്ള ആഗ്രഹം CPM-ന് തന്നെയാണ് ഉള്ളത്. കാരണം CPM പെരുമ്പാവൂരിലേക്ക് വരികയാണെങ്കിൽ അവിടെ സാജു പോളിനെ നിർത്തി മത്സരിപ്പിച്ചാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഒരുപക്ഷെ വിജയ സാധ്യത ഉണ്ടെന്നും CPM കണക്ക് കൂട്ടുന്നുണ്ട്. എന്നാൽ ഇതിന്റെ മുന്നോടിയായി അങ്കമാലി അതുപോലെ തന്നെ എറണാകുളം സീറ്റുകൾ തമ്മിൽ സോഷ്യലിസ്റ്റ് ജനതയും CPM-ഉം തമ്മിൽ വെച്ചു മാറേണ്ടതുണ്ട്. എറണാകുളം ജില്ലയിൽ ഒരു സീറ്റാണ് സോഷ്യലിസ്റ്റ് ജനതയ്ക്കുള്ളത്. അതാണ് ഇപ്പോൾ അങ്കമാലിയിലുള്ളത്. ആ അങ്കമാലി സീറ്റ് തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. അങ്കമാലി സീറ്റിലേക്ക് CPM വരുന്നു എറണാകുളത്ത് നിന്ന്. എറണാകുളം സീറ്റ് പകരം സോഷ്യലിസ്റ്റ് ജനത ഏറ്റെടുക്കുന്നു. അവിടെ സാബു ജോർജ് മത്സരിക്കുകയും ചെയ്യുന്നു. പകരം CPM അങ്കമാലിയിലേക്ക് വരുമ്പോൾ ആ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകി പെരുമ്പാവൂരിലേക്ക് CPM വരികയാണെങ്കിൽ ഉള്ള ആലോചനയാണ് നേരത്തെ നടന്നത്. അതിനാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം വിമുഖത കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വച്ചുമാറ്റം നടക്കാതെ വരുന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്കമാലിയിൽ ഇപ്പോൾ സാജു പോളിനെ നിർത്താനുള്ള ആലോചനയാണ് CPM ക്യാമ്പിൽ നടക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. അതിപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ RC മെജോറിറ്റിയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് അങ്കമാലി. അവിടെ ഈ പറയുന്ന പോലെ സിംഗിൾ മെജോറിറ്റിയാണ് RC. ആ മണ്ഡലം ഇങ്ങനെ പറയുമ്പോഴും നേരത്തെ യാക്കോബായ നേരത്തെ AP കുര്യനൊക്കെ മത്സരിച്ച് ജയിച്ചതിൻ്റെ ഒരു ചരിത്രം CPM-നുമുണ്ട്. യാക്കോബായ സമുദായത്തിൽ നിന്ന് വിജയിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സാധ്യതയായിരിക്കണം ഇപ്പോൾ ആ സമുദായ അംഗമായ സാജു പോളിനെ അവിടെ നിർത്തുന്നതിലൂടെ CPM പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 82-ന് ശേഷം ഇങ്ങോട്ട് തുടർച്ചയായി RC വിഭാഗത്തിൽ നിന്നുള്ളവർ ജയിച്ചു കയറുന്ന ഒരിടം കൂടിയാണ് അങ്കമാലി. ഏതായാലും ഇവിടെ നിലവിൽ ഇപ്പോൾ നിൽക്കുന്ന റോജി എം ജോൺ RC സമുദായത്തിൽപ്പെട്ട ആളുമാണ്. ഇങ്ങനെ സാമുദായിക ഇക്വേഷൻ വെച്ചാണ് ഇവിടെ ഇത്തരം ഒരു പൊളിച്ചെടുത്ത് അല്ലെങ്കിൽ ഒരു വെച്ചുമാറ്റമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സാജു പോൾ അങ്കമാലിയിലേക്ക് വരികയാണെങ്കിൽ വളരെ ജനകീയനാണ് അദ്ദേഹം. റോജി എം ജോണും ജനകീയനായ ഒരു MLA ആണ്. രണ്ട് ജനകീയരായവർ തമ്മിലുള്ള മത്സരത്തിനായിരിക്കും അങ്കമാലി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പെരുമ്പാവൂരിലേക്ക് വരികയാണെങ്കിൽ വെച്ചുമാറ്റത്തിന് വിമുഖത CPM-നെ അറിയിച്ചതോടുകൂടി കേരള കോൺഗ്രസ് എം തന്നെ പെരുമ്പാവൂരിൽ മത്സരിക്കുമെന്നുള്ള സാഹചര്യമായി. അവിടെ കേരള കോൺഗ്രസ് എമ്മിന് അവിടെ അനുയോജ്യരായ സ്ഥാനാർത്ഥികളില്ല. അതുകൊണ്ട് തന്നെ വളരെ സർപ്രൈസായി ഒരു സ്ഥാനാർത്ഥി അവിടെ വന്ന് ലാൻഡ് ചെയ്യും എന്നുള്ള സൂചന തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നത്. അത് പാർട്ടി വിട്ട് പുറത്തു നിന്നുള്ളവരും ആകാം എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. ശരി, ലേബി സേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.